മലയാളികൾക്ക് ഈ വേനൽക്കാലം വളരെ സമൂഹത്തിൽ ധാരാളം ആളുകൾക്ക് പൊതുവായി വേദന സൃഷ്ടിക്കുന്ന ധാരാളം ദുരന്തങ്ങളുടെ വേനൽക്കാലമായി മാറുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം കുടുംബങ്ങളിൽ ശൂന്യത സൃഷ്ടിച്ചുകൊണ്ട് പലവർക്കും ഉമ്മമാർ നഷ്ടപ്പെട്ടും മക്കൾ നഷ്ടപ്പെട്ടുമൊക്കെ പോകുന്ന ദുരന്തങ്ങൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്നു. വാൽപ്പാറയിൽ നടന്ന വാഹനാപകടത്തിൽ നമ്മുടെ പരിസര പ്രദേശത്തുള്ള സ്കൂളിലെ ധാരാളം കുട്ടികളെ അനാഥരാക്കിയിട്ടാണ് കുറേ അധ്യാപകർ, ടീച്ചർമാർ വിട പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത ഇതുപോലത്തെ ദുരന്തം ആ ദുരന്തബാധിതരായ ആളുകൾക്ക് അല്ലാഹു സമാധാനം നൽകുമാറാവട്ടെ. വിശ്വാസികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അത് കഴിഞ്ഞ ഉടനെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ ദുരന്തം സംഭവിക്കുകയും ഭൂകമ്പത്തിന് സമാനമായ സ്ഫോടനങ്ങൾ നടന്ന് 14ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇനിയും പല ആളുകളെയും കിട്ടാനുമുണ്ട്. വേനൽക്കാലമായ ഈ സമയത്ത് പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ധാരാളം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരും മീഡിയകളുമൊക്കെ പാമ്പിനെ നിന്ന് രക്ഷപ്പെടാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വേനൽക്കാലം പിറന്നതിന് ശേഷം ധാരാളം കുട്ടികൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ ഒന്നിച്ച് അശ്രദ്ധ കാരണം മുങ്ങി മരണപ്പെട്ട ധാരാളം വാർത്തകളുണ്ടായി. എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഅദിൻ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മെനഞ്ഞാന്നുണ്ടായ ഒരു അപകടം, ആ അപകടം ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്കും സ്ഥാപനത്തെ സ്നേഹിക്കുന്നവർക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഏത് നഷ്ടങ്ങളിലും ക്ഷമിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 41 വയസ്സ് മാത്രം പ്രായം പിന്നിട്ട 17 വർഷമായി ഈ ക്യാമ്പസിൽ മാതൃകായോഗ്യമായ സേവനങ്ങൾ നടത്തുന്ന അസ്ലം അഹ്സനി എന്ന ഉസ്താദിൻ്റെ വിയോഗം വളരെ വേദന സൃഷ്ടിക്കുന്നൊരു വിയോഗമാണ്. അള്ളാഹു ആ വിധവയായ ഭാര്യയ്ക്കും 4 കുഞ്ഞുങ്ങളായ ചെറിയ കുട്ടികളായ അനാഥ കുട്ടികൾക്കും അള്ളാഹു സമാധാനവും ഈ ലോകത്ത് വലിയ സംരക്ഷണവും അള്ളാഹു നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്ലം അഹ്സനി ഉസ്താദിൻ്റെ അപകട വാർത്ത മുതൽ, അദ്ദേഹത്തിൻ്റെ മരണവാർത്ത മുതൽ, അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ വീക്ഷിക്കുമ്പോൾ വിശ്വാസികളായ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. കാരണം ദുരന്തത്തെ ആരും ഇഷ്ടപ്പെടില്ല. ഓരോ ദുരന്തങ്ങളും ധാരാളം അനാഥകളെ സൃഷ്ടിക്കും. ഓരോ ദുരന്തങ്ങളിലും ചെറുപ്പക്കാരികളായ പുതിയ പുതിയ വിധവകൾ പിറക്കും. ഓരോ ദുരന്തങ്ങളിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുടുംബത്തിൻ്റെ അത്താണിയും പ്രതീക്ഷയുമായി കാണുന്ന മക്കൾ നഷ്ടപ്പെട്ട വിലപിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് സമാധാനം നൽകുമാറാവട്ടെ. എന്നിരുന്നാലും എപ്പോഴെങ്കിലും ഒരു മരണം ഞാനും നിങ്ങളും കാത്തിരിക്കുന്നുണ്ട്. ആ മരണം നമ്മുടെ കാരണം കൊണ്ട് പല രൂപത്തിലും ആയി മാറാമെങ്കിൽ പോലും മരിക്കുന്ന സമയത്ത് നമ്മൾ മരിക്കാതിരിക്കില്ല. ദുരന്തം ഒരു പ്രയാസമാണെങ്കിൽ പോലും മനുഷ്യന് എങ്ങനെ ഏത് സമയത്ത് മരിക്കുമ്പോഴും ഒരു വിശ്വാസി എങ്ങനെയുള്ള സാഹചര്യത്തിൽ മരിക്കണമെന്നതാണ് ഇമ്പോർട്ടൻ്റ്, ഏറ്റവും പ്രാധാന്യമുള്ളത്. അവിടെയാണ് അസ്ലം അഹ്സനി ഉസ്താദ് എന്ന 41കാരനായ ആ ചെറുപ്പക്കാരൻ്റെ വിയോഗ സമയത്തെക്കുറിച്ചൊന്ന് നമ്മൾ ആലോചിക്കണം. അപകടവും ദുരന്തവും പ്രയാസമാണെങ്കിൽ പോലും അദ്ദേഹം മരണപ്പെടുന്ന സമയം അസർ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ഈ ഗ്രാൻഡ് മസ്ജിദിൽ അല്ലെങ്കിൽ മഅദിൻ അക്കാദമിയിലെ മെയിൻ ക്യാമ്പസിൽ എല്ലാ ബുധനാഴ്ചയും നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദർസ്, ഒരു ക്ലാസ് ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. നോക്കൂ നിങ്ങൾ, എന്തൊരു ഹുസ്നുൽ ഖാത്തിമത്ത് എന്ന് നാം പറയുന്നത്. ഒരു വിശ്വാസി എങ്ങനെ എത്ര ജീവിച്ചാലും ഏതൊരു ഈമാനുള്ള വിശ്വാസിയും കൊതിക്കുന്ന അവസാന സമയം ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവണമെന്ന ഒരാഗ്രഹമുണ്ടല്ലോ നമുക്ക്. ആ ആഗ്രഹം സഫലീകരിക്കപ്പെട്ട ഒരു വിയോഗമാണ് അഹ്സനി ഉസ്താദിൻ്റെ വിയോഗം. കാരണം അദ്ദേഹം
ഒരു വിദ്യാർത്ഥിയല്ല, അടിസ്ഥാനപരമായ ഒരു വിദ്യാർത്ഥിയല്ല, കാരണം ഒരു അധ്യാപകനാണ്. 17 വർഷക്കാലമായി അധ്യാപന രംഗത്ത് ധാരാളം കഴിവുറ്റ വിദ്യാർത്ഥികളെ വാർത്തെടുത്ത്, ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുത്തു കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ നടക്കുന്ന സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും സമസ്ത പ്രസിഡന്റ് റഈസുൽ ഉലമ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട പുത്രനുമായ അബ്ദുള്ള ഹസനി ഉസ്താദിൻ്റെ ആഴ്ചയിൽ നടക്കുന്ന ആ പ്രൗഢമായ ക്ലാസ്സിലേക്ക് ഒരു വിദ്യാർത്ഥിയായി ഒരു കിതാബും കയ്യിൽ പിടിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിയോഗമെന്നത് ഹുസ്നുൽ ഖാത്തിമത്തിന് ഇതിലേറെ വലിയ ഒരു സന്തോഷം വേറെ എന്താണ് സഹോദരന്മാരെ? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ദുരന്തബാധിതരായ ആളുകളൊക്കെ പ്രയാസപ്പെടുമ്പോഴും മുഅ്മിനായ ദുരന്തബാധിതരായ ആളുകൾക്കും ദുരന്തത്തിൽ അകപ്പെട്ടവർക്കും സമാധാനം നൽകുന്ന തിരുനബിയുടെ ചില വചനങ്ങളില്ലേ? രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് 2 രൂപത്തിലുള്ള രക്തസാക്ഷിത്വമുണ്ട്. അതിലൊന്ന് ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും ശുഹദായി പരിഗണിക്കുന്ന രക്തസാക്ഷിത്വമാണ്. അത് ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരത്തിൽ ആ പോരാട്ടത്തിൽ പങ്കെടുത്ത് വീരമൃദു വരിക്കുന്ന രക്തസാക്ഷികളാണ്. മറ്റൊന്ന് ഭൗതിക ലോകത്ത് ഈമാനുള്ളൊരു മുസ്ലിമായ മനുഷ്യൻ അകപ്പെടുന്ന ചില ദുരന്ത ഭൂമിയിലെ മരണമാണ്. മുങ്ങി മരണവും അഗ്നിക്കിരയായി മരിക്കലും പെടുന്നനെയുള്ള മരണവും പ്രസവത്തിലുള്ള സ്ത്രീകളുടെ മരണവും ഇതെല്ലാം ഒരു മനുഷ്യൻ കൊതിക്കണം, ആഗ്രഹിച്ചിരിക്കണമെന്നല്ല പറയുന്നത്. സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ചില പദവികളുണ്ട്. എന്നാൽ മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ വിജ്ഞാനം തേടി യാത്ര ചെയ്യുന്നതിനിടയിലുള്ള വിദ്യാർത്ഥിയായിക്കൊണ്ടിരിക്കെയുള്ള മരണവും ഉഹറവിയായ രക്തസാക്ഷികളുടെ പദവി ലഭിക്കുന്നു എന്ന് മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. 2 ഷഹാദത്തിൻ്റെ പദവിയാണ് അസ്ലം ഉസ്താദിന് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് പെടുന്നനെയുള്ള ഒരു അപകടത്തിൽപ്പെട്ട മരണം, മറ്റൊന്ന് താലിബുൽ ഇൽമായി കൊണ്ടിരിക്കുന്നുള്ള മരണത്തിലുള്ള ഷഹാദത്ത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ധാരാളം പറയാനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദര, ദുരന്തത്തിൻ്റെ വിഷമം മാറ്റിവെച്ചാൽ 41കാരനായ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രായം ഇനിയും പിന്നിടാനുള്ളൊരു കാലത്തുള്ള വിയോഗം വേദന നൽകുന്ന വിയോഗമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ വിയോഗശേഷമുണ്ടായ മരണാനന്തര ചടങ്ങുകളിൽ പങ്കാളികളായ മുഅ്മിനീങ്ങളുടെ പഠിച്ചവരുടെ സാന്നിധ്യവും അവരുടെ കണ്ണുനീർ വാർത്തുകൊണ്ടുള്ള പ്രാർത്ഥനയും തബാറക ഓത്തും നിസ്കാരവും മണിക്കൂറുകളോളം ആ കബറിടത്തിൽ നിന്നുകൊണ്ടുള്ള തസ്ബീത്തും ആരെയാണ് അസൂയപ്പെടുത്താതിരിക്കുക? വല്ലാത്ത അസൂയപ്പെടുത്തുന്നൊരു കാഴ്ചയാണത്. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ US പര്യടനത്തിലാണ് മഅദിൻ അക്കാദമിയുടെ ചെയർമാൻ നമ്മുടെ വന്യരായ ഉസ്താദ് ബദർ ഉസ്താദാത്ത് തങ്ങളുടെ ഉസ്താദ്. US-ലെയും അവിടുത്തെയും ഇവിടുത്തെയും ടൈം നല്ല വ്യത്യാസമുണ്ട്. എന്നിട്ടും അർദ്ധരാത്രിയിലും തിരക്കുള്ള പര്യടനത്തിനിടയിലും ഇവിടുത്തെ മരണപ്പെട്ടത് മുതൽ അവസാന സമയം വരെ അദ്ദേഹത്തിൻ്റെ ഖബറ് പോലും എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിന് വേണ്ടി അവിടെ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ആ ലോകപ്രശസ്തനായ സാത്വികനായ ഈ വലിയ വിപ്ലവത്തിൻ്റെ നേതൃനിരയിലുള്ള മഹാനായ ബദർ സാദാത്തിൻ്റെ മനസ്സിൽ അസ്ലം ഉസ്താദിനുള്ള സ്ഥാനം എത്രയാണ്? മർക്കസിൽ നടന്ന ആ മയ്യത്ത് നിസ്കാരത്തിന് സുൽത്താനുൽ ഉലമയുടെ നേതൃത്വം, മെഡിക്കൽ കോളേജിലെ സഹായി വാദി സലാം പള്ളിയിൽ അവിടെ നടന്നതിൽ അവിടെയും മഹാനായ അബ്ദുള്ള ഹസനി ഉസ്താദിൻ്റെ നേതൃത്വം, തലക്കടത്തൂർ ജുമാ മസ്ജിദിലെ വിശാലമായ പള്ളിയിലും പരിസരത്തും ആയിരങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ടുള്ള യാത്രയയപ്പ്, സ്വന്തം ഇപ്പോൾ താമസിക്കുന്ന താനൂരിലെ തൻ്റെ ഭാര്യ വീട്ടുകാരുള്ള താമസ സ്ഥലത്ത് അവിടെയും 1 കൂടുതൽ തവണ മയ്യത്ത് നിസ്കാരവും എല്ലാം നടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു വിശ്വാസിക്ക്, അതാ ഞാൻ പറയുന്നത്, മരണത്തിൻ്റെ ദുരന്തവേദനകൾക്കപ്പുറത്ത് മരിക്കുന്ന സമയവും അതിന് ശേഷവും ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി ആഗ്രഹിക്കുന്ന താല്പര്യങ്ങളെ മുഴുവനും ആവാഹിക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ പറയുന്നു, ഒരു കാര്യം കൂടെ പറയുകയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, വസ്സാബിഖൂന അസ്സാബിഖൂന ഉലൈകൽ മുഖറബൂൻ. സൂറത്തുൽ വാഖിഅയിൽ നമ്മൾ കേൾക്കാറുണ്ട്, പാരായണം ചെയ്യാറുണ്ട്. നേരത്തെ മുൻകടന്നവരാണ് അവർ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്. ആ ആയത്തിൻ്റെ ആശയത്തെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരാളാണ്
അസലിം ഉസ്താദ് എന്ന് അദ്ദേഹത്തിൻ്റെ പഠിപ്പിച്ച ഉസ്താദുമാർക്കും വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്ന സ്ഥാപന മേധാവികൾക്കും പ്രവർത്തകർക്കൊക്കെ പറയാൻ 100 നാവാണ്. കാരണം ഏത് നന്മയിലേക്കും ആദ്യം വരാം. അതുകൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പം മഅദിൻ എജുപാർക്കിൽ നിന്ന് പലപ്പോഴും ഈ ക്ലാസ്സിലേക്ക് വരാറുള്ള മാജിദ് അദനി എന്ന യുവ പണ്ഡിതൻ മഗ്‌രിബോടൊപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞത്, ഉസ്താദ് എത്തുന്നതിന് മുമ്പ് ഞാൻ എത്തണം, ആ അർത്ഥത്തിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു പോന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്. ഏത് നല്ല കാര്യത്തിലും ആദ്യം വരികയും അവസാനം വരെ അത് കഴിയുവോളം നിൽക്കുക എന്ന് പറയുന്നത് നമുക്കൊക്കെ വലിയ മാതൃകയാണ്. പണ്ഡിതന്മാർക്കും പ്രവർത്തകന്മാർക്കും വിദ്യാർത്ഥികൾക്കും വലിയ മാതൃകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആയത്തിൻ്റെ ആശയത്തെ വിശദീകരിച്ച് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. സ്പെഷ്യൽ ചെയ്ത് ചില ആളുകളെ വിവരിക്കുന്നുണ്ട്. 1-ാം നമ്പറുകാരൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ കുറേ ആളുകളെ പറയുന്നുണ്ട്. അവരൊക്കെ എല്ലാ നന്മയിലേക്കും നേരത്തെ വന്നവരാണെങ്കിൽ അവർ നേരത്തെ സ്വർഗത്തിലേക്ക് പോകുമെങ്കിൽ പൊതുവായി പറയുന്നുണ്ട്, ഏത് സൽക്കർമ്മങ്ങളിലേക്കും നേരത്തെ പോകുന്നവർ നേരത്തെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നവരാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്. അള്ളാഹു അസ്ലം ഉസ്താദിനെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും നമ്മയും ഒക്കെ ആ രൂപത്തിലേക്ക് അള്ളാഹു ആക്കി തരുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ആ വിയോഗ വാർത്ത അറിഞ്ഞ സമയം അല്ലെ, അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചവർ, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ഇല്ലാ ശഫഅഹുമുല്ലാഹ്. 40 ശിർക്കില്ലാത്ത ഇഖ്ലാസുള്ള മുഅ്മിനീങ്ങൾ ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനുണ്ടെങ്കിൽ അവരെ അള്ളാഹു ശുപാർശ സ്വീകരിക്കുമെന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. എത്ര ആയിരക്കണക്കിന് പണ്ഡിതന്മാർ, എത്ര നൂറുകണക്കിന് ആലിമീങ്ങൾ, ഉസ്താദുമാർ, സാദാത്തുക്കൾ, മുഅ്മിനീങ്ങൾ, സ്നേഹജനങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്താണ്? മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഒരു മയ്യത്തിൻ്റെ പരിസരത്തിലൂടെ പോകുമ്പോൾ ആ മയ്യത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു, അത് ആ മയ്യത്തിൻ്റെ ഖൈർ പറയപ്പെട്ടപ്പോൾ പറഞ്ഞു വജബത്ത്. രണ്ടാമത് മറ്റൊരു മയ്യത്തിൻ്റെ അരികെ കൂടെ പോയപ്പോൾ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഷർറായ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു വജബത്ത്. തിരുനബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, 2 മയ്യത്തുകൾ അരികയിലൂടെ പോയപ്പോഴും വജബത്ത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? കാരണം ഒരു മയ്യത്തിൻ്റെ മുന്നിൽ അസ്നൈത്തും അലൈഹി ഖൈറ, അദ്ദേഹത്തിന് വേണ്ടി ഖൈറാണ് നിങ്ങൾ പ്രശംസയായി പറഞ്ഞത്, ഖൈറാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, സ്വർഗം നിർബന്ധമാക്കി. മറ്റേ ആളെ പറ്റി ശർറാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ ആ മയ്യത്ത് നരകം നിർബന്ധമാക്കി. ഫഅൻതും ശുഹദാഉ ഫില്ലാഹ് വഅൻതും ശുഹദാഉ ഫില്ലാഹ് വഅൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്. ഭൂമിയിൽ നിങ്ങൾ അല്ലാഹുവിൻ്റെ ശുഹദാ ആണ് എന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, മരണശേഷം ആത്മാർത്ഥമായി ഖൈറ് പറയാൻ കുറേ ആളുകളെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. പഠിച്ചവരും പഠിപ്പിച്ചവരും ഒക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, കണ്ടവരും കേട്ടവരും ഒക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ആ ജീവിതത്തിൻ്റെ മഹിമയാണ്. അള്ളാഹു എല്ലാവിധ ഉഖറവിയായ ഖൈറും ഉയർച്ചയും പ്രതാപവും സന്തോഷവും എല്ലാവിധ സമാധാനവും അദ്ദേഹത്തിൻ്റെ ഖബറിലും അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതത്തിലും ബർസഖി ജീവിതത്തിലും അള്ളാഹു നൽകുമാറാവട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ആ മക്കളുടെ അനാഥത്വത്തിന് അള്ളാഹു ഖൈറായ ഏറ്റവും വലിയ സംരക്ഷണം അല്ലാഹു തആല നൽകുമാറാവട്ടെ. വലിയ സ്ഥാനങ്ങളിൽ അല്ലാഹു എത്തിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.